ഓ പിന്നെയും വിളിക്കുന്നു. എന്റെ മേലെ വിളിക്കുന്നത് നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ആ ഇല്ലില്ല, വരുന്നുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഞാനും മക്കളും അവളെല്ലാരും വരുന്നുണ്ട്. പിന്നെന്താ, ഞാൻ വരികയാണെങ്കിൽ പിന്നെ അവർക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ? ഓ ഉറപ്പായിട്ടും 2-3 ദിവസം അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുള്ളൂ. ആ ശരി എന്നാ, എന്നെ കാരണി വിളിക്കണേ. ആ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന്? ഞാൻ വരില്ല വരില്ല വരില്ല, മക്കളും വരില്ല. നീയും വരും, കുഞ്ഞുങ്ങളും വരും, നമ്മളെല്ലാരും അവിടെ 2-3 ദിവസം താമസിക്കുകയും ചെയ്യും. അത് നിങ്ങളാണോ തീരുമാനിക്കുക? അതെ, ഈ കാര്യം ഞാൻ തീരുമാനിച്ചാൽ മതി, അല്ലാണ്ട് നീ തീരുമാനിക്കണ്ട. കുറെ കാലമായിട്ട് ഞാൻ സഹിച്ചുകൊണ്ട് നടക്കുന്നു. എടി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കൂടെ 6 വർഷമല്ലായുള്ളൂ. ഇന്നലെ വരെ ഞാൻ കയറി വന്നാണോ എന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും? നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെല്ലാരും തള്ളി പറയണോ? അവരെ എന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണോ? നിന്നോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. അന്ന് നീ എന്താ ചെയ്ത്? എന്റെ ചേച്ചി കുറച്ച് പൈസ വെച്ചതാ ചേച്ചിന്റെ മോളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. നീ കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് ബ്ലോക്ക് ചെയ്തില്ലേ? എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അനുഭവിച്ച വേദനയുണ്ടല്ലോ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു മോൻ വളർന്നു വരുന്നില്ലേ? കുറച്ചു കാലം കഴിയുമ്പോൾ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ അവനോട് നീ ഇപ്പം എന്നോട് പറഞ്ഞ പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ പൊന്നു പോലല്ല അവനെ നോക്കുന്നത്. ഒരു സുപ്രഭാതത്തെ അവൻ നമ്മളെ കാണണ്ട, നമ്മളോട് മിണ്ടണ്ട, നമ്മളോട് സംസാരിക്കാൻ പാടില്ല, നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ ഉണ്ടാവും? നിനക്കത് സഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയല്ലേ എൻ്റെ അമ്മയ്ക്ക് ഞാനും ഇത്രയും കാലം പോറ്റി വളർത്തിയ അമ്മേൻ്റെ അടുത്തേക്കാണ് നീ എന്നോട് പോണ്ടെന്ന് പറയുന്നത്. നമ്മുടെ മോൻ്റെ അനിയത്തി വളർന്നു വരുന്നല്ലേ, അവർ രണ്ടും എന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ വീട്ടിൽ കഴിയണമെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. അല്ലാണ്ട് കുറേ കാലം കഴിഞ്ഞ് രണ്ടുപേരെ കല്യാണം കഴിയുമ്പോൾ അവർ സെപ്പറേറ്റ് ആവണം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് നീ വിചാരിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ എനിക്ക് എൻ്റെ പെങ്ങളും ഞാൻ എൻ്റെ പെങ്ങൾക്കും കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പോഴും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാവാനും തണലാവാനുള്ളതാണ് ഈ സഹോദരങ്ങളും കുടുംബങ്ങളൊക്കെ. എല്ലാവരും നിന്നെ പോലെ ചിന്തിച്ചില്ലെങ്കിൽ ആർക്കാ കുടുംബങ്ങൾ ഉണ്ടാവുക?